ക്ലാസ്സിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഡൈവേഴ്സിറ്റി, മീനിങ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, ഡെഫിനിഷൻസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, എഡ്യൂക്കേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി, അതായത് വൈവിധ്യമാർന്ന. ഡൈവേഴ്സിറ്റി മീൻസ് വൈവിധ്യമാർന്ന, വെറൈറ്റി എന്നാണ്. ഇറ്റ് മീൻസ് അതായത് ഡൈവേഴ്സിറ്റി മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറൻസസ് ഇൻ എ വോൾ, അതായത് മൊത്തത്തിലുള്ള ഒരു വ്യത്യാസം, ഒരു കാര്യത്തിലുള്ള ഒരു വ്യത്യാസത്തെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൈവേഴ്സിറ്റിൻ്റെ ലിറ്റററി മീനിങ് ഡിഫറൻസസ് ആണ് കാണിക്കുന്നത്. അതായത് ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ. അതായത് ഡിഫറെൻറ്റ് റേസസ്, അതുപോലെ കൾച്ചർ, ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് തന്നെ അതൊരു ഗ്രൂപ്പാണല്ലേ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വോളാണ്. ആ ഒരു വോളിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എബിലിറ്റീസും ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ഡിഫറെൻറ്റ് റിലീജിയസും റേസസും ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. സോ അത് നമുക്ക് ഡൈവേഴ്സിറ്റി എന്ന് പറയാം. നമ്മുടെ ഇന്ത്യ ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. വി ഹാവ് ഹിയർ എ വെറൈറ്റി ഓഫ് റേസസ്, ഓഫ് റിലീജിയൻസ്, ലാംഗ്വേജസ്, കാസ്റ്റ് ആൻഡ് കൾച്ചേഴ്സ്. അതായത് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരുപാട് ലാംഗ്വേജ് ഉള്ള ആളുകളുണ്ട്, അതുപോലെ ഒരുപാട് റേസസ്, റിലീജിയന്, മതേതര രാജ്യമാണില്ലേ ഇന്ത്യ. ഇതൊക്കെ നമ്മുടെ ഒരു ഡൈവേഴ്സിറ്റിക്ക് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് മീനിങ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്താ നോക്കാം. Diversity means variety or differences. Social diversity is a features of a society which is determined by caste, class, religion, occupational pattern in a given territory. ഒരു നിശ്ചിത പ്രദേശത്തെ കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ, ഒക്യുപ്പേഷണൽ പാറ്റേൺ എന്നിവ നിർണ്ണയിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സവിശേഷതയെയാണ് നമ്മൾ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഈസ് ദ ഡൈവേഴ്സ് ഫാക്ടേഴ്സ് സറൗണ്ടിങ് അവർ സൊസൈറ്റി സച്ച് ആസ് റേസ്, കൾച്ചർ, റിലീജിയൻസ്, ഏജ് ആൻഡ് ഡിസബിലിറ്റീസ്. സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്താണ്, ഡൈവേഴ്സ് ഫാക്ടേഴ്സ് ആണ് സറൗണ്ടിങ് അവർ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിക്ക് ചുറ്റുമുള്ളത്. റേസ്, കൾച്ചർ, റിലീജിയന്, ഏജ് ആൻഡ് ഡിസബിലിറ്റീസ്. ഇതിലൊക്കെ എന്താണ് ഇന്ത്യ എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഡിഫറൻസസ് ഉണ്ടാകും. എല്ലാവരും ഒരേപോലെയല്ല, ഓരോ കാര്യത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറും റേസും റിലീജിയനും ആണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. സോ ഡിഫറൻസസ് ഇൻ റേഷ്യൽ ആൻഡ് എത്നിക്, സോഷ്യോ എക്കണോമിക്, ജിയോഗ്രഫിക് ആൻഡ് അക്കാഡമിക്, പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട്സ്, അതിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇതൊക്കെ എന്താണ്, സോഷ്യൽ ഡൈവേഴ്സിറ്റിയാണ്. All these kind of differences that exist among people of the society is called social diversity. Social diversity centers on three universal human realities. 3 യൂണിവേഴ്സൽ റിയാലിറ്റീസ് ആണ് സോഷ്യൽ ഡൈവേഴ്സിറ്റി കേന്ദ്രീകരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, each individual is unique. Second, individuals and their societies are interrelated and independent. Third, societies and cultures are dynamic. അതായത് ചേഞ്ച് മേ ബി റാപ്പിഡ് ഓർ ഗ്രാജുവൽ ആയിരിക്കും, ബട്ട് വിൽ ഓൾവേസ് എഫക്റ്റ് ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഇൻ വേസ് ദാറ്റ് റിഫ്ലക്റ്റ് ഡിഫറൻസസ് ഇൻ പവർ ആൻഡ് സ്റ്റാറ്റസ്. ഓക്കെ, various kinds of differences are that exist among people of the society. Those who live in a society with particular culture differ among themselves in various ways. Indian culture is unique. It is different from the cultures of the other countries. People living in the cultural environment are the followers of various religions such as Hinduism, Islam, Christianity, Buddhism, Jainism, Sikhism, etc. There are different economic classes in society such as upper class, middle class, lower class. അതുപോലെ they belong to many castes too. അതായത് there are different tribal groups such as Aryans, Dravidians, Mongols, others are living. അതുപോലെ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ ഇന്ത്യയിൽ. തമിഴ്നാട്, കേരള, കർണാടക, ഉത്തർപ്രദേശ് എക്സെട്ര. ദേ ആർ സ്പീക്കിംഗ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് അല്ലേ, തമിഴ്, ഹിന്ദി, മലയാളം എക്സെട്ര. അപ്പം ഒരുപാട് സ്റ്റേറ്റ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ്, അതുപോലെ ഡിഫറെൻറ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്.
ഒരുപാട് എക്കണോമിക് ക്ലാസ്സസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അതുപോലെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്നുണ്ട്, തമിഴ്, ഹിന്ദി, മലയാളം എക്സെട്ര. ഒരുപാട് ഡിഫറൻസസ് ഉള്ള നമ്മുടെ ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ അല്ലേ, ജാതിയിലും മതത്തിലും അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, ക്ലാസ്സിൻ്റെ ഇതിലായാലും ഒരുപാട് ലാംഗ്വേജിൻ്റെ ഇതിലായാലും ദ നേച്ചർ ഓഫ് സൊസൈറ്റി വിത്ത് സച്ച് വാസ്റ്റ് ഡിഫറൻസസ് ഈസ് നോൺ ആസ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്, അതിനൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഡെഫിനിഷൻസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കാം. According to Dania Santana, social diversity is defined as a successful community which includes individuals from diverse backgrounds who all contribute to the success of the community by practicing understanding and respect of different ideas and perspectives. അടുത്തൊരു ഡെഫിനിഷനാണ് കിംഗ്ലി ഡേവിഡ് നൽകുന്നത്. സോഷ്യൽ ഡൈവേഴ്സിറ്റി ഈസ് ദ സിസ്റ്റം ദാറ്റ് ഈസ് ഇൻഡെൻസിബിൾ, അതായത് നെസസറി ആണ് ഫോർ ദ നീഡ് ആൻഡ് ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. അടുത്തത് എഡ്യൂക്കേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഡൈവേഴ്സിറ്റി. എഡ്യൂക്കേഷൻ എന്നാൽ അത് പൊതുവെ സൊസൈറ്റിയുടെ ഒരു ഫൗണ്ടേഷനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് നമുക്ക് എക്കണോമിക് വെൽത്ത്, സോഷ്യൽ പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു എഡ്യൂക്കേഷനിലൂടെയാണ്. So education is generally seen as the foundation of society which brings economic wealth, social prosperity and political stability. It is a major aspect of development of any modern society and most significant indicator of overall development of any region. Through education, one can acquire knowledge and participate in the process of empowerment. ഇന്ത്യ എന്ന് പറയുന്നത് മൾട്ടി കൾച്ചറൽ കൺട്രിയാണ് അല്ലേ. അവർ കൺട്രി ഈസ് ഹാവിങ് പീപ്പിൾ സ്പീക്കിംഗ് വേരിയസ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് റിലീജിയൻ ബിലീഫ്സ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഇനുമറബിൾ കാസ്റ്റ്സ് അല്ലേ, അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. It is only by finding unity in diversity and learning to live in harmony with all our fellow people's living standard and country's economic development could be possible. Diversity is seen in the classroom too. Diversity in the classroom may even be related to the varying intellectual abilities and social skills of students. Having diversity in the classroom helps students understand each other's culture, language, ethnicity, religion, etc. Through diversity, a new perspective will be brought in the classroom. അതായത് ക്ലാസ് റൂമിലൊരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരുപാട് തരത്തിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക അല്ലേ. ഡിഫറെൻറ്റ് കൾച്ചർ ആയിരിക്കും, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഉള്ളവരുണ്ടായിരിക്കും. ഇതായിട്ട് കോൺസെപ്റ്റ് ബി ലേൺഡ് ബൈ സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസ് ഷുഡ് ബി ഫെമിലിയറൈസ്ഡ് വിത്ത് ഫ്രീഡം സ്ട്രഗിൾ. അതായത് ഫ്രീഡം സ്ട്രഗിളിൻ്റെ റീസൺ എന്താണ്, എന്തൊക്കെ പ്രോബ്ലംസാണ് അവർ ഫേസ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് അതിൽ വേണ്ടിയിട്ട് ആരുടെയൊക്കെ ജീവനാണ് അതിൽ ത്യജിച്ചത്, അത്തരത്തിലുള്ള കാര്യങ്ങളും ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ ലീഡേഴ്സ് അവർ സാക്രിഫൈസ് ചെയ്തതും അവരുടെ സഫറിങ്സും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ സ്റ്റുഡൻസിനൊരു ഫെമിലിയറൈസ് ആയിരിക്കണം. അതുപോലെ ബേസിക് പ്രിൻസിപ്പിൾസ് എൻറിച്ച്ഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഈക്വാലിറ്റി, സെക്യുലറിസം ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസും കാര്യങ്ങളും ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നല്ലൊരു വിവരം അവർക്കുണ്ടായിരിക്കണം. സ്റ്റെപ്സ് ടു പ്രൊവൈഡ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ. നമുക്കറിയാമല്ലേ, എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷന് ഗവൺമെൻറ് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. മെഷേഴ്സ് ടേക്കൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഫോർ ദ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അവർ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനുള്ള പ്രൊട്ടക്ഷനും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്റ്റെപ്സ് ടേക്കൺ ടു ഇംപ്രൂവ് ദ ലിവിങ് കണ്ടീഷൻ ഓഫ് മൈനോറിറ്റീസ് യൂസിങ് പ്രയോറിറ്റി സ്കീംസ്. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഫെമിലിയറൈസ് ആയിരിക്കണം.
സോഷ്യൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ ജോഗ്രഫിക്കൽ ലെസൺസിൽ നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ എബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അവർ കൺട്രി, നമ്മുടെ കൺട്രിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അതായത് നാച്ചുറൽ റിസോഴ്സസ്, ഇൻഡസ്ട്രീസ്, ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ, അവിടെയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ്, ക്ലോത്ത്, അവരുടെ സ്റ്റൈലും കാര്യങ്ങളും, ഫുഡിൻ്റെ സ്റ്റൈല് അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും, അതുപോലെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ മൊത്തത്തിൽ അവരുടെ ആ ഒരു അഗ്രികൾച്ചർ കാര്യങ്ങൾ, അതുപോലെ ലാൻഡ്സ്കേപ്പ്, ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ജോഗ്രഫി ലെസൺസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിലെയും ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ്, അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അടുത്തതായിട്ട് സയൻസ് ലെസൺസ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ഫോർ സ്റ്റുഡൻസ്. ഏതിനു വേണ്ടിയിട്ടാണ്? ടു ഇൻകൾക്കേറ്റ് സയൻറ്റിഫിക് ടെമ്പർ, അതായത് ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ ടു ഡെവലപ്പ് റീസണിങ് എബിലിറ്റി, യുക്തിബോധവും ഡെവലപ്പ് ചെയ്യാം. സയൻറ്റിഫിക് ടെമ്പർ, അതായത് ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഈ ഒരു വേർഡ്, സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്? സയൻസും ടെക്നോളജിയും നാഷണൽ ഡെവലപ്മെൻറ്റിന് യൂസ്ഫുൾ ആയിരിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ഒരു വേർഡ് കോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നതും ഒക്കെ സയൻറ്റിഫിക് സ്റ്റഡിയുടെ ബേസിലായിരിക്കണം അല്ലേ. നമ്മുടെ ലോകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ശാസ്ത്രീയ മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക് സ്റ്റഡി ബേസ് ചെയ്തിട്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ സ്റ്റുഡൻസിന് ഇതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണം. ആക്ടിവിറ്റി ബേസ്ഡ് അതുപോലെ പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങും കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടായിരിക്കണം. അതിലൂടെ തന്നെ സയൻറ്റിഫിക് ടെമ്പർ, അതായത് ശാസ്ത്രീയ മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ടു ഡെവലപ്പ് റീസണിങ് എബിലിറ്റിയാണ്. അതായത് നമ്മുടെ 5 സെൻസസ് ഇൻപുട്ട് റിസീവ് ചെയ്തിട്ട് ബ്രെയിൻ അത് അനലൈസ് ചെയ്ത് ഒരു പ്രോബ്ലം സൊല്യൂഷന് കണ്ടെത്തുന്നതാണ് റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിലൂടെ. ഇത് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ സ്റ്റുഡൻസ് ടു ലേൺ ദെയർ മദർ ടങ് റീജിയണൽ ലാംഗ്വേജ്. അതായത് കമ്പൽസറി ആണ് അല്ലേ, നിർബന്ധമാണ് എല്ലാ സ്റ്റുഡൻസും അവരുടെ മദർ ടങ് അല്ലെങ്കിൽ അവരുടെ റീജിയണൽ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത്. ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഷുഡ് ഓൾസോ ബി ലേൺഡ്, അതായത് ഹിന്ദിയും ഇംഗ്ലീഷും എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഈച്ച് സ്റ്റുഡൻറ്റ് ബൈ മാസ്റ്ററിങ് എ മിനിമം ഓഫ് 3 ലാംഗ്വേജസ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ അബൌട്ട് വേരിയസ് റീജിയൻ ഓഫ് ദ കൺട്രി ആൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. അതായത് ഓരോ വിദ്യാർത്ഥിക്കും കുറഞ്ഞത് 3 ഭാഷകളിൽ മാസ്റ്ററിങ് പ്രാവീണ്യം നേടുന്നതിലൂടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ഒരു സോഷ്യൽ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം കിട്ടുകയാണ്. അടുത്തത് കോ കരിക്കുലർ ആക്ടിവിറ്റീസാണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ അവർ കരിക്കുലം ബേസ്ഡ് മാത്രമല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ സ്റ്റുഡൻസിന് കൂടുതൽ എബിലിറ്റീസ്, കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നാഷണൽ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ ഷുഡ് ബി സെലിബ്രേറ്റഡ് ഇൻ സ്കൂൾസ്. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് എക്സിബിഷൻസ് കാര്യങ്ങളൊക്കെ അലൗ ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് JRC, NCC അതുപോലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് എക്സെട്ര അതിലൊക്കെ എന്തായിരിക്കണം, അതിനൊക്കെ അവരെയൊക്കെ അതിനെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യണം സ്കൂളിൽ. അതുപോലെ എഡ്യൂക്കേഷണൽ ടൂറ് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊക്കെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റോൾ ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂം എങ്ങനെയായിരിക്കും നമുക്കറിയാം. ആ ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, വെറൈറ്റി ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക. ഡിഫറെൻറ്റ് കൾച്ചർ ആയിരിക്കും, ഡിഫറെൻറ്റ് റിലീജിയൻ ഉള്ളവരുണ്ടായിരിക്കും, ഡിഫറെൻറ്റ് കളറ്, ഡിഫറെൻറ്റ് റേസ്, അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ലേണർ ഉണ്ടാവും, സ്ലോ ലേണർ ഉണ്ടാവും, ആവറേജ് ലേണർ ഉണ്ടാവും. ഇവരൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളെയും ഈക്വലായിട്ട് കണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഡ്യൂട്ടി തന്നെയാണ്. ഒരു മേജറായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത്. ടീച്ചർ ഷുഡ് ബി സെൻസിറ്റീവ് ഇൻ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദെയർ സ്റ്റുഡൻസ് റിഗാർഡ്ലെസ് ഓഫ് റേസ്, കളർ, ക്രീഡ്, നാഷണൽ ഒറിജിൻ. An effective teacher should prevent harassment and racism in classroom. അതുപോലെ ടീച്ചർ ഷുഡ് ക്രിയേറ്റ് ആൻ എൻവിറോൺമെൻറ്റ് ദാറ്റ് റേഡിയേറ്റ്സ് വാംത്ത് ആൻഡ് ഫ്രണ്ട്ലിനെസ്.
ടീച്ചർ എന്തായിരിക്കണം, നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം. നല്ല ഊഷ്മളമായിട്ടുള്ള, നല്ല സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ടീച്ചർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എക്സ്പീരിയൻസസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ പ്രോസസ്. ഒരു ടീച്ചർ എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ട് ആവറേജ് സ്റ്റുഡൻസിന് എന്താണോ വേണ്ടത്, ഫാസ്റ്റ് ലേണറിന് എന്താണോ വേണ്ടത്, സ്ലോ ലേണറിന് എന്താണോ വേണ്ടത്, അതൊക്കെ മനസ്സിലാക്കി ആ ഒരു ക്ലാസ്സിൽ പെരുമാറണം. അതുമാത്രമല്ല, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറുള്ള കുട്ടികളായിരിക്കും, ഡിഫറെൻറ്റ് കളറുള്ള കുട്ടികളായിരിക്കും. അവിടെയൊന്നും ആ കുട്ടികളെല്ലാവരെയും ഒരുപോലെ കണ്ട് ഹരാസ്മെൻറ്റോ അല്ലെങ്കിൽ റേഷ്യസമൊന്നും ഇല്ലാതെ ഒരു ടീച്ചർ ആ ഒരു ക്ലാസ് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ സന്തോഷത്തോടു കൂടി ആ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അടുത്തത് ഗവൺമെൻറ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ, അതായത് നമുക്കറിയാതെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഒരുപാട് ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതുപോലെ പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ചിൽഡ്രൻ ടു ഗെറ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എല്ലാ കുട്ടികൾക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസ് നൽകുക, അവർക്ക് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ എസ്റ്റാബ്ലിഷിംഗ് പ്രൈമറി സ്കൂൾ വിത്തിൻ എ റേഡിയസ് ഓഫ് 2 miles ഫ്രം ദ റെസിഡൻസ് ഓഫ് ഈച്ച് ചൈൽഡ്. Establishing high schools with a radius of 5 miles, students should be given the freedom to learn language of their choice, to select and groups which they prefer to study. അവർക്കിഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാനൊക്കെ ഉള്ള ഒരു റൈറ്റ് ഉണ്ട്. അതുപോലെ ഫോളോവിങ് കോമൺ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ഔട്ട് ദ കൺട്രി. അതുപോലെ തന്നെ മൈനോറിറ്റീസ്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതൊക്കെ ഗവൺമെൻറ് ഉറപ്പ് നൽകുന്നുണ്ട് കമ്പൽസറി ആയിട്ട്, അല്ലേ. അതായത് കുട്ടികൾക്ക് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നതിനെ അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട്. നിർബന്ധിതമായിട്ടുള്ള എഡ്യൂക്കേഷനാണ്, ഫ്രീ ആണ്. അതായത് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അവർക്ക് അതൊക്കെ മാറ്റി അവരെ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്റ്റെപ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ സ്റ്റുഡൻസിന് അവരുടെ ക്ലാസ്മേറ്റുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ക്ലാസ്മേറ്റിൻ്റെ കൾച്ചറിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദേ വിൽ ലേൺ അബൌട്ട് ഈച്ച് അതേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ പ്രൊമോട്ട്സ് ഈക്വാളിറ്റി, അവരുടെ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യും. ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒബ്സർവൻസ് ഓഫ് ഹോളിഡേയ്സ്, സ്റ്റുഡൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഹോളിഡേ ട്രഡീഷൻ ഓഫ് ഈച്ച് കൾച്ചർ. അവർ ആ ഒരു ഹോളിഡേ അവരത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കുട്ടി ആ ഒരു ട്രഡീഷനെ കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഫോസ്റ്റേഴ്സ് കംഫർട്ട്, അതായത് സ്റ്റുഡൻസ് ഫീൽ മോർ കംഫർട്ടബിൾ ആൻഡ് സേഫ് ഇൻസൈഡ് ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. ഫോസ്റ്റേഴ്സ് കോൺഫിഡൻസ്, അതായത് കോൺഫിഡൻസ് വളർത്തുക, കംഫോർട്ട് വളർത്തുക എന്ന് പറഞ്ഞാൽ, ഫോസ്റ്റേഴ്സ് കംഫോർട്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കംഫോർട്ടായിട്ടുള്ളത് വളർത്തുന്നുണ്ട്. അത് അവർ പുറത്തായാലും അകത്തായാലും, അതായത് ക്ലാസ് റൂമിനുള്ളിലായാലും പുറത്തായാലും. അതുപോലെ കോൺഫിഡൻസ് വളർത്തുക എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് വിൽ മോർ കോൺഫിഡൻ്റ് ആയിരിക്കും അവർ തന്നെ. അവർ ഇൻട്രാക്റ്റിംഗ് വിത്ത് അതർ പിയേഴ്സ്, മറ്റു കുട്ടികളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇടയിലൊരു കോൺഫിഡൻറ്റ് വളർത്തുന്നുണ്ട്. അതുപോലെ ഡെവലപ്പ് മ്യൂച്വൽ റെസ്പെക്റ്റ്, സ്റ്റുഡൻസ് വിൽ ഗ്രോ അപ്പ് ടു ബി ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അതുപോലെ ട്രീറ്റ് എവരി വൺ ഈക്വലി, ഈസ് ടു ഇംപ്രൂവ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതുപോലെ ഗെറ്റ് നോ യുവർ സ്റ്റുഡൻറ്റ്. കൾച്ചറൽ അവെയർനെസ് ക്യാൻ ബി ബ്രോട്ട് ഇൻ ദ ക്ലാസ് റൂം ഓൺലി വെൻ ദ ടീച്ചർ അണ്ടർസ്റ്റാൻഡ് ഈ സ്റ്റുഡൻസ്. നമ്മൾ പറഞ്ഞ പോലെ ഓരോ കുട്ടികളെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയുള്ളൂ. സോ ഗെറ്റ് നോ യുവർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിന് ഓരോ കുട്ടിയെയും അറിഞ്ഞിരിക്കണം. എവരി സ്റ്റുഡൻറ്റ് ഈസ് യൂണീക്ക് ആൻഡ് ദ ടീച്ചർ ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈ സ്റ്റുഡൻസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ദിസ് വിൽ ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ അബൌട്ട് ഈച്ച് അതേഴ്സ് കൾച്ചർ ആൻഡ് ഹാവ് കമ്പാഷൻ ഫോർ ഇറ്റ്. അടുത്തത് റെസ്പെക്ട് എവരി സ്റ്റുഡൻസ്, അതായത് the teacher should treat all the students equally. There should be no prejudice inside the classroom. A teacher also must treat every student equally without any discrimination. Give assignments related to cultural diversity. അടുത്തതായിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ, ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം വിൽ ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ ഫ്രം ഈച്ച് അതർ ആസ് വെൽ ആസ് ഹെൽപ്പ് സ്റ്റുഡൻസ് ഇൻ ദെയർ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്.
Education gives us knowledge, and knowledge is power. Today, education is one of the important criteria to judge the level of development of any individual and society. One of the major challenges of the education system in a diverse country like India is to provide a quality education to all groups who are at different stages of development. Finally, the diversity in India is unique. India is a large country with a large population. India presents endless varieties of physical features and cultural patterns. It is the land of many languages. It is only in India. The education system could be made successful if the government will provide appropriate allocation of funds as well as സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.